ദേശീയ ദുരന്ത നിവാരണ നിയമം പാസാക്കിയത് 2005 ഡിസംബർ 23. ദേശീയത്തിൽ ഡി ഉണ്ട്, ഡിസംബറിൽ ഡി ഉണ്ട്. അപ്പൊ ദേശീയ ദുരന്ത നിവാരണ നിയമം പാസാക്കിയത് 2005 ഡിസംബർ 1-2-2-3 ഡിസംബർ 23 2005. 2-3 കൂടി കൂട്ടുമ്പോൾ 5. അപ്പൊ 2005. MT വാസുദേവൻ നായരുടെ സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന ചെറുകഥ ഏത് പേരിലാണ് സിനിമയാക്കിയത്? മുറപ്പെണ്ണ്. സ്നേഹത്തിന്റെ മുഖങ്ങൾ MT വാസുദേവൻ നായരുടെയാണ് സിനിമയാക്കിയത് മുറപ്പെണ്ണ് എന്ന പേരില്. അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യ AI മന്ത്രിയെ നിയമിച്ചത് അൽബേനിയ. അഴിമതി തടയാൻ വേണ്ടി ലോകത്തിലെ ആദ്യ AI മന്ത്രിയെ നിയമിച്ചത് അൽബേനിയ. ഹരിത കേരളം മിഷന്റെ കീഴിൽ നടപ്പാക്കുന്ന കർമ്മ പരിപാടികള്: ഹരിത കർമ്മസേന പച്ചത്തുരുത്ത്. ഹരിത കേരളം മിഷന്റെ കീഴിൽ നടപ്പാക്കുന്ന കർമ്മ പരിപാടികള്: ഹരിത കർമ്മസേന പച്ചത്തുരുത്ത്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം എത്ര ശതമാനത്തോളം ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 71%. പാതിരാ സൂര്യന്റെ നാടെന്നറിയപ്പെടുന്നത് നോർവേയാണ്. നോർവേ. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം ഒരു ദിവസമാണ്. അതായത് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രനാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷന്റെ പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷന്റെ പദ്ധതി ഏത്? ഇനി ഞാൻ ഒഴുകട്ടെ. ഇന്ത്യയിൽ വ്യോമ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് 1911. റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് പോലെ തന്നെയാണ് വ്യോമ ഗതാഗതത്തിന് തുടക്കം കുറിച്ചതും ചോദിക്കും. 1911. വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം തലക്കുളം. വേല് തല. നമ്മൾ വേലൊക്കെ വെക്കണതേ, വേല് വെച്ചിട്ട് നമ്മൾ നാരങ്ങയൊക്കെ കുത്തി വെച്ചിട്ട് നമ്മൾ തലന്റെ ഭാഗത്തല്ലേ, നമ്മൾ തലയിലാണല്ലോ നമ്മൾ ചുണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അമ്പലങ്ങളിലേക്ക് പ്രദക്ഷിണം ചെയ്യുക അല്ലെ. അപ്പൊ വേല് തല. അപ്പൊ വേലുത്തമ്പി തലക്കുളം ആലോചിക്കാം. 1921 മലബാർ കലാപം ആരംഭിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂക്കോട്ടൂര്. പൂക്കോട്ട് മലയിലല്ലേ പൂക്കളൊക്കെ ഉണ്ടാവുക. അപ്പൊ മലബാർ കലാപം ആരംഭിച്ച സ്ഥലം പൂക്കോട്ടൂരാണ്. ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം അമരാവതിയാണ്. നമ്മൾ നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തുമ്പോൾ ഭയങ്കര അമരമായിരിക്കും അല്ലെ. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം അമരാവതി. രാഷ്ട്രപതിക്ക് പാർലമെന്റിലേക്ക് എത്ര പേരെ നാമനിർദ്ദേശം ചെയ്യാം? രാഷ്ട്രപതിക്ക് പാർലമെന്റിലേക്ക് എത്ര പേരെ നാമനിർദ്ദേശം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 14 പേരാണ്. പാർലമെന്റ് 14. പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിൽ വോട്ടെടുപ്പ് തടയുന്നതിനായി മനഃപൂർവ്വം ചർച്ച നീട്ടിക്കൊണ്ടുപോകുന്നതിന് പറയുന്നത് എന്ത്? വോട്ടെടുപ്പ് തടയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചർച്ച നീട്ടിക്കൊണ്ടുപോകുന്നതിന് പറയുന്ന പേരാണ് ഫിലിബസ്റ്റർ. ഫിലിബസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1946 ഡിസംബർ 6. ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1946 ഡിസംബർ 6. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ നിക്കല്, ഇരുമ്പ്. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ നിക്കല്, ഇരുമ്പ്. വ്യാപാര വ്യവസായ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള നയം ഉദാരവൽക്കരണം. വ്യാപാര വ്യവസായ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് ഉദാരവൽക്കരണം. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.